ബാക്ക് ടു ഡെൻറ്റ് ഈസി വിത്ത് MJ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഇയർ BDS പാത്തോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. സോ വൈറ്റമിൻ ഡി നമ്മളെ കോളിക്കാൽസിഫറോൾ സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മെയിൻലി സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. സൺലൈറ്റിൽ കൂടുതലായി നമ്മൾ എക്സ്പോഷർ വരുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടും. സോ ഇൻ സം കേസസ് നമുക്ക് ഇങ്ങനെ സൺലൈറ്റ് എക്സ്പോഷർ മര്യാദയ്ക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാലബ്സോർപ്ഷൻ ഓഫ് ദ ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിൻ്റെ മാലബ്സോർപ്ഷൻ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി സംഭവിക്കാം. ഇനി നമ്മൾ അപ്ടേക്ക് ചെയ്യുന്ന ഫുഡിൽ വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? ഈ പറഞ്ഞ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സംഭവിക്കാം. ആൻഡ് നമ്മളെ ചില ഓർഗനുകളാണ് നമ്മളെ ബോഡിയിലേക്ക് ഈ വൈറ്റമിനെ യൂട്ടിലൈസ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെ ചില ഓർഗൻസിന് നമ്മളെ ഓർഗൻ ഫെയിലിയർ വരുമ്പോൾ വൈറ്റമിൻ ഡീനെ യൂട്ടിലൈസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരും. മെയിൻലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൺലൈറ്റുമായിട്ട് എക്സ്പോഷർ വരാത്ത സാഹചര്യത്തിൽ മര്യാദയ്ക്കുള്ള ഡയറ്ററി ഫുഡിൽ വൈറ്റമിൻ ഡി ഇല്ലാത്തത് കൊണ്ട്, അതേപോലെ തന്നെ ഓർഗൻ ഫെയിലിയർ വരുമ്പോഴും മാലബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ് കാരണമാണ് നമുക്ക് മെയിൻലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നത്. ഇനി ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതിനെ പറഞ്ഞ പേരാണ് റിക്കറ്റ്. റിക്കറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ്. മെയിൻലി കാൽഷ്യം കുറവാകുന്നത് കൊണ്ടാണ് ഇത് മെയിൻലി സംഭവിക്കുന്നത്. ഒരു 6 to 12 years ഓൾഡ് ആയിട്ടുള്ള പിള്ളേരിലാണ് ഇത് മെയിൻലി സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മെയിൻലി കാണപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ക്രേനിയോ ടേപ്സ് എന്ന് പറയുന്ന സംഭവം. ക്രേനിയോ ടേപ്സ് ആണ് നമ്മുടെ ക്രേനിയത്തിൽ ബോണുകളൊക്കെ ഭയങ്കര വീക്കായി പോകും. നമ്മൾ തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. അതേപോലെ സ്കള്ള് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ് പോലെ കാണുന്നു. ക്രേനിയം ഒരു സ്ക്വയർ ബോക്സ് പോലെ കാണുന്നു. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പീജിയൻ ചെസ്റ്റ് ആയിരിക്കും. നമുക്ക് എല്ലുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഉന്തിയ രീതിയിൽ കാണാൻ പറ്റും. ഫ്രോണ്ടൽ ബോസെ എന്ന് പറയുമ്പോൾ നമ്മളെ നെറ്റി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരിക്കും ഫ്രോണ്ടൽ ബോസെ. പിന്നുള്ളതാണ് ഹാരിസൺ സൾക്കസ് ആൻഡ് അതേപോലെ തന്നെ അടുത്ത കാര്യമാണ് നോക്നി. സോ ഇതൊക്കെയാണ് നമ്മുടെ കാലൊക്കെ ഒരു ടൈപ്പ് വളഞ്ഞ പോലെ കാണുന്നു. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ക്ലിനിക്കലായുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത കാര്യമാണ് ഓസ്റ്റിയോമലേഷ്യ. നമ്മൾ കുട്ടികളിൽ പോലെ കുട്ടികളുടെ റിക്കറ്റ്സ് ആണെങ്കിൽ വലിയവരിൽ കാണുന്ന സംഭവമാണ് ഈ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. സോ ഓസ്റ്റിയോമലേഷ്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയും നമുക്ക് കാൽഷ്യം അപ്ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മിനറലൈസേഷൻ വരുന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് മെയിൻലി ഇവിടെ ഫ്രാക്ചറും വേദനകളൊക്കെയാണ് മെയിൻലി സംഭവിക്കുന്നത്. ഇനി നമ്മളിവിടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുവാണെങ്കിൽ ഒരു ഭാഗം നമ്മൾ ഈ ബോണിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ട് HND സ്റ്റെയിൻ ചെയ്യുമ്പോൾ പുതുതായിട്ട് വരുന്ന ബോണുകളിൽ കാൽഷ്യം കാണില്ല. അപ്പോൾ കാൽഷ്യം കാണാത്ത ഭാഗം ഈസ്റ്റോഫിലിക് ആയിട്ട് സ്റ്റെയിൻ ചെയ്യുകയും നമ്മൾ കാൽഷ്യം പ്രസൻ്റ് ആയിട്ടുള്ള പഴയ ബോണുകളുടെ ഭാഗം നമ്മൾ ബ്ലൂ കളറിലായിട്ട് സ്റ്റെയിൻ ചെയ്യുന്ന രീതിക്കാണ് നമ്മളിവിടെ മെയിൻലി കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്ലിനിക്കിൽ നോക്കുവാണെങ്കിൽ ആ ഭാഗത്ത് നല്ല വേദന ഉണ്ടായിരിക്കും, വീക്ക്നെസ്, ഫ്രാക്ചർ, പെയിൻ, അതുപോലെ ലോസൻ സോൺ എന്ന് പറയുന്ന ഒരു മെയിൻ കാര്യം ഇതിലാണ് വരുന്നത്. അടുത്തതാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. കൂടുതലായിട്ട് കാൽഷ്യം കൂടുതലാവുമ്പോഴും അതേപോലെ പൊട്ടാസ്യം കൂടുതലൊക്കെ ആകുമ്പോൾ വരുന്നൊരു സംഭവത്തിന് നമ്മൾ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കാൽഷ്യം ഒക്കെ വരുമ്പോൾ നമ്മൾ യൂറിനിലൂടെ സെക്രീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ യൂറിനിലൂടെ സെക്രീറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കിഡ്നിയിൽ ഇത് വന്ന് അടിഞ്ഞു കൂടും ഈ കാൽഷ്യം. അങ്ങനെയാണ് നമ്മളെ നമ്മുടെ കിഡ്നിയിൽ സ്റ്റോണൊക്കെ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം വേറെ ഭാഗത്തോട്ട് മെറ്റാസ്റ്റേസ് ചെയ്ത് പോകും. സോ അതും ഒരു കാര്യമാണ് ഇതിൽ മെയിൻലി വരുന്ന കാര്യങ്ങൾ. പിന്നെ ഓസ്റ്റിയോപോറോസിസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി. സോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണ് വൈറ്റമിൻ ഡി എന്ന് പറയുക. ഡെഫിഷ്യൻസിനെ കാരണം ഒന്ന് സൺലൈറ്റ് ആയിട്ട് മര്യാദയ്ക്ക് എക്സ്പോഷർ വരാത്ത സാഹചര്യത്തിൽ നമ്മൾ അപ്ടേക്ക് ചെയ്യുന്ന ഫുഡിൽ വൈറ്റമിൻ ഡി ഇല്ലാത്തതുകൊണ്ട് ഓർഗൻ ഫെയിലിയറും, അതേപോലെ തന്നെ ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻലി പറയുന്നത് മാലബ്സോർപ്ഷൻ ഓഫ് ദ ലിപ്പിഡ്സും ആണ് നമ്മൾ മെയിൻലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോട്ട്സ് കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് റിക്കറ്റുകളാണ്. റിക്കറ്റ് നമ്മൾ കുട്ടികളിൽ കാണുന്ന ഒരു ഡെഫിഷ്യൻസിയാണ്. മെയിൻലി മിനറലൈസേഷൻ മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ടാണ് 6 to 12 years ഓൾഡ് ആയിട്ടുള്ള പിള്ളേരിലാണ് കാണുന്നത്. ക്രേനിയോ ട്യൂബുകൾ, അതുപോലെ തന്നെ ഹാരിസൺ സൾക്കസ്, ഫ്രോണ്ടൽ ബോസെ, പീജിയൻ ചെസ്റ്റ്, നോക്നി, ഇതൊക്കെയാണ് അവിടെ കാണപ്പെടുന്ന ക്ലിനിക്കൽ കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ഓസ്റ്റിയോമലേഷ്യ. അത് കുറച്ചും കൂടെ പ്രായമായവരിൽ കാണുന്നതാണ് ഓസ്റ്റിയോമലേഷ്യ.
മിനറലൈസേഷൻ ഓഫ് കാൽഷ്യം മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ പറയാം. ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ എച്ച് സ്റ്റെയിൻ വെച്ചിട്ട് നമ്മൾ നോക്കി അവിടെ കാൽഷ്യം ഇല്ലാത്ത ഭാഗം പിങ്ക് കളറിലും കാൽഷ്യമുള്ള ഭാഗം ബ്ലൂ കളറിലും കാണുന്നു എന്ന് പറഞ്ഞു. അവിടെ മെയിൻലി കാണുന്നത് നമ്മളെ വീക്ക്നെസ്, ഫ്രാക്ചർ പെയിൻ, അങ്ങനെയുള്ള ലൂസൻ സോൺ, ഇതൊക്കെയാണ് അവിടെ കാണുന്ന സംഭവങ്ങൾ. ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ട് കാൽഷ്യം വരുന്നുണ്ട്, അതേപോലെ തന്നെ പൊട്ടാസ്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കാൽഷ്യത്തിനെ നമ്മൾ യൂറിനിലൂടെ റിലീസ് ചെയ്യാൻ നോക്കുമ്പോഴും പറ്റില്ല. കിഡ്നിയിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നു, മെറ്റാസ്റ്റാസ് ചെയ്തു പോകുന്നു, ഓസ്റ്റിയോപോറോസിസ്. സോ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ.